കേരളം കണ്ട ഏറ്റവും നല്ല DCC പ്രസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന പുള്ളി. പക്ഷെ മുഴുവൻ കളഞ്ഞു കുളിച്ചില്ലേ. ഈ അനാവശ്യമായിട്ട് ചില വിഷയത്തിനകത്ത് ഇടപെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രവണത എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ KPCC അതിൽ കൃത്യമായി ഇടപെട്ടിട്ട് അത്തരം പ്രവണത ചെയ്യുന്നവരെ നിലക്ക് നിർത്താനെങ്കിലും ശ്രമിക്കും. അല്ലാതെ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു കാര്യവും ഇല്ലാതെ ചില കാര്യത്തിനകത്ത് കയറി അറ്റാക്ക് ചെയ്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുക. നമുക്ക് ഇവിടെ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെയും അൻവറിന്റെയും വിഷയത്തിനകത്ത് എറണാകുളം DCC പ്രസിഡന്റ് കയറി അറ്റാക്ക് ചെയ്തു. പുള്ളിക്ക് അതിന്റെ യാതൊരു ആവശ്യവും ഇല്ല. എന്തിനാ പുള്ളി ആ വിഷയം ഏറ്റെടുക്കേണ്ട ആവശ്യം? അത് രണ്ടും, അഡ്വക്കേറ്റ് ജയശങ്കർ ആയാലും അൻവർ ആയാലും ഒരു നാണയത്തിന്റെ ഒരു വശമാണ്. അത് രണ്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, വെറുക്കപ്പെട്ട ജന്മങ്ങൾ തന്നെയാ. അതിനൊന്നും ഒരു തർക്കവും ഇല്ല. അപ്പൊ അത് ആ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ എന്നല്ലാതെ അതിനകത്ത് കയറി ഒരാളെ പക്ഷം പിടിച്ചു നിൽക്കുമ്പോൾ പാർട്ടിക്ക് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സമൂഹം, വലിയൊരു സമൂഹം കേരളത്തിനകത്തുണ്ട്. അവർ പാർട്ടിയെ തെറ്റിദ്ധരിക്കൂലേ? ഇപ്പൊ ഞാൻ ചോദിക്കാം, ആ സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം ഈ പറയുന്ന ഈ സിയാസ് എന്ന് പറയുന്ന DCC പ്രസിഡന്റിന്റെ പച്ചത്തെറികളാ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ പോലും എഴുതുന്നത്. അവർ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പച്ചത്തെറികളാണ്. ടിക്ടോക്കിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഒക്കെ അടയാളപ്പെടുന്നു. സങ്കടവും പ്രയാസവും വിഷമവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂ? ഞങ്ങളെ കയ്യിരിപ്പുകൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത്. കേരളം കണ്ട ഏറ്റവും നല്ല DCC പ്രസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന പുള്ളി. പക്ഷെ മുഴുവൻ കളഞ്ഞു കുളിച്ചില്ലേ. കാലത്ത് തൊട്ട് വൈകുന്നേരം മുതൽ കുടത്തിന് വെള്ളം കയറി വൈകുന്നേരം ആ കാലം തച്ചം കൊടുക്കുക. അതിനെ കൊണ്ടെന്താ കാര്യമുള്ളത് എന്നതുപോലെയായി പുള്ളിന്റെ പ്രവർത്തനം. ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്ന വിഷയം എന്താ? ആ വിഷയം ബോധമുള്ള ജനങ്ങൾ കൃത്യമായി കാണുന്നില്ലേ മാധ്യമത്തിനകത്ത്? ഇവിടെ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ആ പക്ഷത്ത് നിൽക്കുന്ന ഒരു MLA സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചപ്പോ അതിനെതിരെ ഈ അഡ്വക്കേറ്റ് ജയശങ്കറിന് വിയോജിപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സമുദായത്തെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ ഇന്ന ചിന്താഗതിയുള്ളവനാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അതിനുള്ള മറുപടി പറഞ്ഞതല്ലേ ഉള്ളൂ. അത് ആ വഴിക്ക് അങ്ങ് വിട്ടേക്കണം. അല്ലാതെ അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാനങ്ങ് വന്നു കഴിഞ്ഞാൽ കാലങ്ങ് വെട്ടും കയ്യിങ്ങ് വെട്ടും എന്നൊക്കെ ഒരു DCC പ്രസിഡന്റ് പറയാൻ പാടുണ്ടോ? അത്രയും കൾച്ചറാണോ കോൺഗ്രസിന്റെ കൾച്ചർ? അതെയോ? അങ്ങനെ ഇപ്പൊ ഈ പറയുന്ന വ്യക്തിന്റെ കാലൊക്കെ വെട്ടാൻ പറ്റുമോ? എനിക്കറിയില്ല അങ്ങനെയൊക്കെ വെട്ടാൻ പറ്റുമെന്നുള്ള കാര്യമോ. പിന്നെ അതും മാത്രമല്ല, അത് പറഞ്ഞതിന്റെ പേരിൽ ഇന്നിപ്പോ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ആര്? ഈ അൻവർ. ഏതൊക്കെയോ കോൺഗ്രസിനകത്തുള്ള സ്ത്രീകളൊക്കെ ഇദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടുണ്ടെന്നും പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പരാതിയുള്ളത്. അതിപ്പോ ഇന്ന് മുതൽ മാധ്യമങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യുക. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് ഈ ചങ്ങാന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മനസ്സിലാക്കണം. ഈ പട്ടിഷ കുറെ അവസാനിപ്പിക്കും. പട്ടിഷ വേണ്ട. പ്രസ്ഥാനത്തിന് ഉതകുന്ന തരത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പറ്റുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഈ സ്റ്റേറ്റിനകത്തുണ്ട്. അതിനൊക്കെ അഡ്രസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ജനങ്ങൾ കൂടെ നിൽക്കൂ. അല്ലാതെ ഇത്തരം തെമ്മാടികളൊക്കെ രണ്ടു പക്ഷവും പിടിക്കണ്ട. അത് ആ വഴിക്ക് പോട്ടെ. ഞങ്ങൾക്ക് കാലം ചെയ്ത് കളി കാണിയല്ലേ വേണ്ടു. അല്ലെ? കേരളത്തിനകത്ത് എത്രയാ പാർട്ടികളുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടി ഇവരെ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരുന്നത് നിങ്ങൾ കണ്ടോ? ഇനി എല്ലാം പോട്ടെ, BJPക്കാർ പോലും ഈ അഡ്വക്കേറ്റ് ജയശങ്കറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ? ഇല്ലല്ലോ. പിന്നെ നിനക്ക് ഇത്ര വലിയ അങ്ങ് ആ അസുഖം കയറി പിടിച്ചിട്ട് ഞാൻ അങ്ങ് സംരക്ഷിച്ചു കാണിയും എറണാകുളത്തെ എതിരെ ഒറ്റ ആളുണ്ട് എന്നൊക്കെ പറയുമ്പോ എന്താ കൊട്ടേഷൻ തങ്ക കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ്? അങ്ങനെയപ്പോ ജനങ്ങൾ ഇപ്പം അന്തംഗമികൾ പ്രചരിപ്പിക്കുന്നത്. അതിനൊക്കെ നീ മറുപടി പറയും. നിങ്ങളുടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഒരു വലിയ ദേശീയ പ്രസ്ഥാനല്ലേ പ്രതിക്കൂട്ടിലേക്ക് പോകുന്നത്? അത് ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകരാ മറുപടി പറയേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആവേശമൊക്കെ നല്ലത് തന്നെ, പട്ടിഷൊക്കെ കുറെ അങ്ങോട്ട് മാറ്റിവെക്ക് കേട്ടാ. സമൂഹത്തിൽ നടക്കുന്ന വസ്തുതകൾ ചിന്തിച്ചിട്ട് പ്രതികരിക്കാൻ പഠിക്കാതെയോ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ചാടി അങ്ങ് ഇറങ്ങിയിട്ട് ഞാൻ തന്നെ കൊമ്പത്തവനുള്ള ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊന്നും മതി. ഇപ്പൊ ജനങ്ങൾ എല്ലാ ഘട്ടത്തിലും പറയുന്നില്ലേ, എല്ലാ വിഷയത്തിനകത്തും ജനങ്ങൾക്ക് നല്ലതും മോശവും തിരിച്ചറിയാനുള്ള വകതിരിവൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് മനസ്സിലാക്കിക്കോ. ഞാൻ ചോദിക്കട്ടെ, നീ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഈ പച്ചത്തറി വന്ന് ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റയിലൊക്കെ പറയൂലല്ലോ നിന്നെ? നീ നോക്ക്, ഞാൻ പറയുന്ന കളവാക്കണ്ടേ. ഇൻസ്റ്റയിൽ അങ്ങനെ തന്നെയാണ് കിടക്കുന്നുണ്ട്, ടിക്ടോക്ക് കിടക്കുന്നുണ്ട്, ഫേസ്ബുക്ക് കിടക്കുന്നുണ്ട്. നിന്റെ പടവും വെച്ച് നീ പറഞ്ഞ അതും വെച്ചിട്ട് അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നോക്കുക. 1000 കമന്റ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ 10 കമന്റ് അനുകൂലമായിട്ടില്ല. മുഴുവനും കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെയാണ്. അങ്ങനെ തന്നെ എഴുതുന്നുണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. രാജ്യത്തെ ജനങ്ങളെ, സ്റ്റേറ്റിനകത്തുള്ള ജനങ്ങളെ, മതസൗഹാർദ്ദമായി ജീവിക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചാനൽ ചർച്ചയിൽ കയറിയിരുന്നിട്ട് വിടുവായി തരും തെണ്ടിത്തരം വിളിച്ചു പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കരെ പിന്തുണച്ച് ഇതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വരുന്ന കമന്റ് ഒന്നും വായിക്കാൻ കഴിയുന്നില്ല. ആരെ കയ്യിരിപ്പുണ്ട? അപ്പൊ ഇതിനൊക്കെ പ്രതിരോധത്തിലാവുന്നത് പാർട്ടിയും കൂടിയാന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണോ കേട്ടാ? ഞാൻ അതാ പറഞ്ഞത്. എന്താ പറയുക,
പ്രസവിച്ച അമ്മക്കില്ലാതെ പോയിട്ട് നിനക്കെന്താന്ന് ചോദിച്ചതുപോലെ ഇത് പറയുന്ന സംഘപരിവാറിന് പ്രശ്നമല്ല. സംഘപരിവാർ ഈ സമയം വരെ ഒരു മുണ്ടിയിട്ടില്ല. ഈ പറയുന്ന കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ആയി എനിക്ക് അങ്ങ് ഇതായി പോയത് ഇത് പറഞ്ഞപ്പോ കേട്ടപ്പോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്നാ പിന്നെ ഇന്ന് എന്തോ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, വേറെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് വേറൊരാള്. അപ്പൊ അതിന് നീ ഒന്ന് മറുപടി പറഞ്ഞേ, ഞാൻ കേക്കട്ടെ. എന്തെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ ഈ എല്ലാ ഘട്ടത്തിലും പറയും, നമ്മൾ ഒരു പരിപാടിയിൽ ഒരു സമരങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ അത് എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ആസൂത്രണം ചെയ്തതിനെ പഠിച്ചതിന് ശേഷം ഇറങ്ങുക.